കിങ്കി ഡുക്കിന്റെ ചിത്രം കണ്ട് 4 പേർ ബോധം കെട്ട് വീണു. അന്താരാഷ്ട്ര ചലച്ചിത്രമേളയിൽ പ്രദർശിപ്പിച്ച് ദക്ഷിണ കൊറിയൻ സംവിധായകൻ കിങ്കി ഡുക്കിന്റെ മോബിയസ് എന്ന ചിത്രം കണ്ട് 4 പേർ തിയേറ്ററിനുള്ളിൽ ബോധം കെട്ട് വീണു. തിരുവനന്തപുരം അഞ്ജലി തിയേറ്ററിലായിരുന്നു സംഭവം. അമിത വയലൻസും സെക്സും നിറഞ്ഞ ചിത്രത്തിലെ ക്രൂരരംഗങ്ങൾ കണ്ടിരിക്കാൻ കഴിയാതെയാണ് 4 പേർ ബോധം കെട്ട് വീണത്. രാവിലെ 11:30 പ്രദർശിപ്പിച്ച ചിത്രം കാണാൻ കിങ്കി ഡുക്കും എത്തുമെന്ന് പറഞ്ഞിരുന്നതിനാൽ ആരാധകരുടെ വൻ തിരക്കായിരുന്നു. എന്നാൽ അദ്ദേഹം എത്തിയില്ല. കനത്ത പോലീസ് സംരക്ഷണവും ഏർപ്പെടുത്തിയിരുന്നു. ക്രൂരതയുടെ പേരിൽ ദക്ഷിണ കൊറിയൻ മീഡിയ റേറ്റിംഗ് ബോർഡ് ദക്ഷിണ കൊറിയയിൽ പ്രദർശനാനുമതി നിഷേധിച്ച ചിത്രമാണ് മോബിയസ്. ഒടുവിൽ ചിത്രത്തിലെ ഏറ്റവും ക്രൂരമായ 2.5 മിനിറ്റോളം വരുന്ന രംഗങ്ങൾ മുറിച്ചുമാറ്റിയ ശേഷമാണ് ചിത്രം ദക്ഷിണ കൊറിയയിൽ പ്രദർശിപ്പിച്ചത്. എന്നാൽ സെൻസർ ചെയ്യാതെ തന്നെയാണ് കേരള ചലച്ചിത്രമേളയിൽ ചിത്രം പ്രദർശിപ്പിച്ചത്. നേരത്തെ വെനീസ് ചലച്ചിത്രമേളയിൽ ചിത്രം പ്രദർശിപ്പിച്ചപ്പോൾ പ്രേക്ഷകർ പലരും സ്ക്രീനിൽ നോക്കി ഓക്കാനിച്ചുകൊണ്ട് തിയേറ്ററിൽ വിട്ടതായും റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. കുടുംബമെന്ന വ്യവസ്ഥയുടെ നിരർത്ഥതയും അച്ഛനോടും അമ്മയോടുമുള്ള പ്രതികാരത്തിന്റെ പേരിൽ മകന്റെ ലിംഗം മുറിച്ചുമാറ്റപ്പെടുകയും പിന്നീട് അവനെ കുടുംബത്തിൽ നേരിടേണ്ടി വരുന്ന ക്രൂരമായ യാഥാർത്ഥ്യങ്ങളിലേക്കുമാണ് ചിത്രം പ്രേക്ഷകരെ കൂട്ടിക്കൊണ്ടുപോകുന്നത്. സെക്സും വയലൻസും നിറഞ്ഞ ചിത്രത്തിൽ ഒരൊറ്റ ഡയലോഗ് പോലുമില്ല എന്ന പ്രത്യേകതയുമുണ്ട്. എങ്കിലും ചിത്രത്തിന്റെ പ്രത്യേകത കൊണ്ടും ചിത്രീകരണത്തിന്റെ വേറിട്ട രീതി കൊണ്ടും മോബിയസ് വേറിട്ട് നിൽക്കുന്നു. ഓരോ പ്രധാന വാർത്തയും ഇന്ന് തന്നെ അറിയാൻ ഞങ്ങളുടെ ഫേസ്ബുക്കിലും ട്വിറ്ററിലും അംഗമാകും.